എന്തായി? എടാ നോയിക്കൊണ്ടിരിക്കുക അവിടെ. അമ്മേ, റിസൾട്ട് അറിഞ്ഞു. വാ. റിസൾട്ട് അറിഞ്ഞു. ഓടി വാ. കുഴപ്പമില്ലാത്ത റിസൾട്ട് അമ്മ. പറ, എങ്ങനെ മാർക്ക്? ഗ്രേഡ് എങ്ങനെ? ഗ്രേഡ് 9.2. 9.2 ആ? ഹിന്ദി, ഇംഗ്ലീഷ്, മാത്സ്, സയൻസിന് A2, ഗ്രേഡ് 9. സോഷ്യൽ സയൻസിന് മാത്രമേ എനിക്ക് A1 ഉള്ളൂ, 10 ഗ്രേഡ്. 9.2 ആ? 9.2 ആ? 4 എണ്ണത്തിന് A2, സോഷ്യൽ സയൻസിന് മാത്രം A1. അപ്പൊ A+A പോയാ ഇത് ഒരുമാതിരി H1 N1 പനിക്ക് പറയും പോലെ ആയി പോയല്ലോ. അതൊക്കെ പറഞ്ഞ കുറെ ഉണ്ട്, എന്നാലും ഭംഗിയായിട്ടുണ്ട് അവള്. 10 ഗ്രേഡ് കിട്ടിയവർക്ക് ഒരു ബയോളജി സയൻസിന് അഡ്മിഷൻ കിട്ടണില്ല ബാലു, +1. പിന്നെ അവള് A1 കൊണ്ട് വന്നിരിക്കുക. നാളെ നിനക്ക് മെഡിക്കൽ എൻട്രൻസ് എഴുതണം പോലും. പഠിക്കയില്ല, താളംതുള്ളി നടക്കും പഠിക്കേണ്ട സമയത്ത്. ആളെ വിളിച്ചിട്ടുണ്ടോ ഇങ്ങോട്ട്? കരഞ്ഞു പിഴിഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കരുതെന്ന് പറയണം. അതൊക്കെ തുടച്ചിട്ട് വരാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നീങ്ങിക്കടി. മാറിയ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടി. ഇങ്ങോട്ട് നീങ്ങടി. നീങ്ങാൻ പറയുമ്പോ നിനക്കെന്താ? ഇങ്ങോട്ട് വന്നേ, വാ. കഴിവ് നീ കഴുക് തന്നെയുള്ള പ്രയോജനം. 4 അക്ഷരം പഠിച്ച് 10 കാശ് കൈ കിട്ടിയ ഒറ്റക്കാണെങ്കിലും ജീവിക്കടി. എല്ലാത്തിനും കാരണം നിന്റെ ഓവർ കോൺഫിഡൻസാ. കോൺഫിഡൻസ് ഒരുപാടായാലും അതൊരു അഹങ്കാരമായി മാറും. അത് നീ ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അതേടാ, ഈയിടെയായിട്ടേ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ഉറക്കം വായിക്കും. അപ്പൊ ഇവള് പറയും മനസ്സിൽ വായിക്കേ, എന്നാലേ അത് ശരിക്കും ആവുള്ളൂ അത്ര. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് ഉറക്കം വായിച്ചാലേ തല കയറുള്ളൂ എന്ന്. ഇപ്പൊ മനസ്സിൽ വായിച്ചതിന്റെ എല്ലാം കിട്ടിയില്ലേ? ഈ സമയത്ത് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുമെന്ന് വിചാരിക്കില്ല. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറയുക. ഈ ഇടയ്ക്കായിട്ട് നിനക്ക് ഭയങ്കരമായിട്ട് മൊബൈൽ കളി കൂടുതലാണേ. ഇനിയും അമ്മ നിനക്ക് മൊബൈൽ കണി കാണാൻ പോലും തരത്തറയല്ല. കൂടുതൽ പറഞ്ഞ കേശു പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറ്റപ്പെടുത്താന്നായിപ്പോ. രണ്ടുപേരും കൂടി ചേച്ചി ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ? ഒന്നെങ്കിൽ അതൊരു ഗ്രേഡ് കുറഞ്ഞ കുട്ടിയല്ലടാ. എല്ലാം തലയിൽ കയറിക്കോളും. അവളുടെ സ്കൂളിൽ ഏതോ ഒരു ടീച്ചർ പറഞ്ഞു അവളുടെ തല കമ്പ്യൂട്ടർ പോലെയാണ്. ആ കമ്പ്യൂട്ടർ ഇപ്പൊ കേടായിക്കൊണ്ടിരിക്കുക. ഞാൻ നിന്നും പറഞ്ഞത് അതോടെ കുറ്റമുള്ള മിണ്ടരുത്. മിണ്ടി പോരുന്നു കൊല്ലുന്നില്ലേ? വാലക്കടി. അവളെ റൂമിലെത്തുണ്ട്. ഞങ്ങള് കാരണം അവർക്കും കിട്ടി അടി. അതെ, ഈ ഇടയായിട്ട് നമുക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ. അത് മതി. അല്ല ലച്ചുകൂടാ? ഓ, അവിടെ കിടന്ന് കരയുണ്ടാവും കമ്മന്ന് കിടന്നിട്ട്. ലച്ചുകൊണ്ട് പെട്ടെന്ന് വാടി വിളിച്ചാ വന്നൂടെ? എടുത്ത് കഴിക്ക്, അതിന് കുറവൊന്നും വരുത്തണ്ട. കഴിക്ക് കഴിക്കെടുത്ത്. എനിക്ക് വേണ്ട. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതലാണ്.
കാണിച്ചേ പോട്ടെ അവള് പോട്ടെ. അത് വേണ്ടിട്ടാണല്ലോ ഇത്രയും കാലം ജീവനുള്ള സ്നേഹിച്ച് അവളെ വളർത്തിയെടുത്തത്. പോടി, പോ നീ പോ. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട്. ജീവിതത്തിന്റെ വഴിത്തിരിവ് തന്നെയാണ് 10ാം ക്ലാസ്. അല്ലാതെ കുത്തിയിരുന്ന് പഠിച്ച് എഞ്ചിനീയറിംഗ് ഡോക്ടറൊന്നും ആവണല്ല വലിയ മഹാസംഭവം. മാർക്ക് എത്രയുണ്ട്? 9.2. 9.2. അതെന്ത് ചെറിയ മാർക്കാണോ? മക്കളെ നീ വിചാരിച്ച ഫുൾ മാർക്ക് വാങ്ങിക്കൂലേ? +1 നമുക്ക് ഇതിന്റെ വാട്ടം തീർക്കാം.